ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടായിട്ട് വന്നത്. ഞാനല്ല വയ്ക്കുന്നത്, സുബേൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷെബീർക്ക. അപ്പോഴല്ലോ ഷെബീർക്ക് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. ഷെബീർക്ക് മാത്രമല്ല, ഷെബീർക്കൻ്റെ വൈഫ് മുബീൻ താത്ത ഭയങ്കര രസമുണ്ടാവും അവരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പോൾ ഇവരെ ഒരു കാറ്ററിംഗ് സർവീസ് വരെ നമ്മൾ അങ്ങാടിയിൽ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാറ്ററിംഗ് സർവീസ് പോയിട്ട് അവിടെ ഒരു കുക്കിംഗ് വീഡിയോവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഷെബീർക്കൻ്റെ കാറ്ററിംഗ് സർവീസിൻ്റെ പേര് റോയൽ കാറ്ററിംഗ് ഇവൻറ്റ്സ് മുസ്ലേരങ്ങാടി. അപ്പോൾ നമ്മൾക്ക് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് അമർത്തിട്ടാം. അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്കിന്ന് ഷെബീർക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കോളിഫ്ലവർ, ക്യാരറ്റ്, കിഴങ്ങ്, മുള്ളങ്കി, നൂൽക്കോസ്, ടർണം പീസ്, ബീൻസ്, പട്ടാണിക്കടല, അതായത് ഗ്രീൻ പീസ്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടോ. അതിലേക്ക് ഇതാ ഷെബീർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, പിന്നെ ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെ അവരുടെ ഒരു കൈപ്പാകത്തിനാട്ടോ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. കുറച്ച് നേരം നല്ല ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പിടിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ. ഇതാ നല്ലോണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷെബീർക്ക. അപ്പോൾ കുറുമ റെഡിയാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഓയിൽ. അപ്പോൾ അതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, നമ്മൾ കറാമ്പൂവില്ലേ, അതൊക്കെ ഇട്ടിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറുതായിട്ടുള്ള പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഒന്ന് മൂത്ത് വരുന്ന വരെ കേട്ടോ. അപ്പം ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി ചതച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അടി പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. പിന്നെ പച്ചമുളക് ഒരു 5-6 ഇട്ടുണ്ട്. എരിവിനനുസരിച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് കീറാതെ തന്നെ ഇട്ടിട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച വെജിറ്റബിൾ ഇല്ലേ, അതൊക്കെ ഇതിനകത്ത് ചേർത്ത് കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ച കഷ്ണങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നല്ലോണം ചേരുവകളും നല്ലോണം മസാല ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് ചേർത്തിളക്കുന്നത് കേട്ടോ. ഇത് ചേർത്തിളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വിട്ട് നല്ലോണം കത്തിച്ച് നല്ലോണം വേവിക്കുക കേട്ടോ. നമ്മൾ തുറന്ന് നോക്കിട്ടോ. അപ്പോൾ നല്ലോണം തിള വന്നിട്ട് കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് അണ്ടിപ്പരിപ്പ് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മൾ അതിൽ ചേർത്ത് കേട്ടോ. നല്ലോണം ഇളക്കുക. നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റും ഉണ്ടാവും അണ്ടിപ്പരിപ്പ് കേട്ടോ. പിന്നെ നമ്മൾ നല്ലോണം തേങ്ങ ചിരവിയിട്ട് അതും നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ട് അതും ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിനകത്തേക്ക്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ കുറുമ റെഡി ആക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടോ. ഇതിപ്പോൾ നമുക്ക് പൊറോട്ട അല്ലെങ്കിൽ നൂലപ്പം അല്ലെങ്കിൽ ദോശ, ചപ്പാത്തി, അതിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി അടച്ച് വെക്കാം കേട്ടോ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഷെബീർക്കൻ്റെ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്.